ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാപ്പിലി എവർ. അപ്പം നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീനേജേഴ്സിലുള്ള ആൾക്കാരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരോട് അവർ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കൂടുതലും. ബാക്കിയുള്ളവർ കേട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, തെറ്റൊന്നുമില്ല. പക്ഷെ എന്നാലും ടീനേജേഴ്സിലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണിത്. മറ്റൊന്നുമല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം അത് ഗേൾസ് ബോയ്സ് എന്ന് പറഞ്ഞൊരു ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരോടും കൂടിയുള്ള വീഡിയോ ആണ്. ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ആരായാലും രണ്ട് കൂട്ടർക്കും കാണാം. അപ്പോൾ വേറൊന്നുമല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടൈം ടീനേജേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഏജ് എന്ന് പറയുന്നത് 13 തൊട്ട് 19 ആ ഒരു റേഞ്ച് ആണെന്ന് തോന്നുന്നു. അവരുടെ 13 to 19 ആ ഒരു റേഞ്ചിലുള്ള ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഈ ടീനേജേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അവർക്ക് വന്നിട്ട് ഈ ഒരു ടൈമിൽ വന്നിട്ട് ഒത്തിരി, അതായത് അത്യാവശ്യം ചിലർ വന്നിട്ട് ഭയങ്കര മെച്ചുവേർഡ് ആയിരിക്കും. ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരായിരിക്കും, തിങ്ക് ചെയ്യുന്നവരായിരിക്കും ഫ്യൂച്ചറിനെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ലെവലിനെ കുറിച്ച് ഏത് രീതിക്കാണെങ്കിലും ഭയങ്കര രീതിക്ക് മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല അല്ലേ. നമ്മളിൽ എല്ലാവരും പലരും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, പല ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരാണ്, പല രീതിക്ക് ഓരോന്നിനും കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇപ്പം ഞാനൊരു കാര്യത്തിൽ ഇടപെടുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ഇടപെടുന്നത് അല്ലേ. അപ്പം അതുപോലെ പലരും പല ഇതിലുള്ളതായിരിക്കും. അപ്പം ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവും, അല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഒരു പ്രായത്തിൽ, അതായത് നിങ്ങളുടെ ഈ ഒരു ഏജിൽ വന്നിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ലൈഫാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും നല്ലൊരു ലൈഫാണ് സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂൾ ലൈഫിൽ വന്നിട്ട് നമ്മൾ മാക്സിമം വന്നിട്ട് നമ്മുടെ സ്കൂൾ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക. ഫ്രണ്ട്സായിട്ടും നമ്മുടെ ടീച്ചേഴ്സായിട്ടും എല്ലാവരുമായിട്ടും. ഇപ്പോഴത്തെ ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് വന്നിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സൊക്കെ തന്നെ ആയിരുന്നു. ചിലർ മാത്രമേ ഉണ്ടാകുള്ളൂ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതും വേണമല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് സ്ട്രിക്റ്റും വേണം. അപ്പം അങ്ങനെ മാക്സിമം വന്നിട്ട് നല്ല രീതിക്ക് നമ്മൾ സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പം അതിൽ സ്കൂൾ ലൈഫ് ടൈമിൽ വന്നിട്ട് നമുക്ക് ഒത്തിരി ആരോടെങ്കിലുമൊക്കെ ആയിട്ട് ഫ്രണ്ട് സർക്കിളിലൊക്കെ തന്നെ ആയിട്ട് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ കുട്ടി കുട്ടി വഴക്കുകൾ മാത്രമായിരിക്കും. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കരുത് ആ വഴക്കുകളൊന്നും. ചെറിയ ചെറിയ വഴക്കുകളായിരിക്കണം. ആര് തന്നെ ആയാലും ഒരു ദിവസം കൊണ്ട് മാറ്റാവുന്ന വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാവുള്ളൂ. മാക്സിമം എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്സായിട്ടിരിക്കാൻ ശ്രമിക്കുക നന്നായിട്ട്. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് ആ ലൈഫ് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നന്നായിട്ട് പഠിക്കുക. പിന്നെ ക്ലാസ്സിൽ ഫസ്റ്റ് വരണം, അതൊക്കെ നല്ല കാര്യം. ക്ലാസ്സിൽ ഫസ്റ്റ് വരുന്നതും സെക്കൻഡ് വരുന്നതും തേർഡ് വരുന്നതും ആ ഒരു പൊസിഷനിലൊക്കെ വരുന്നത് നല്ല. ഇനിയിപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിൽ ഫസ്റ്റ് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പം എനിക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിക്കുകയോ എടുക്കുകയോ ചെയ്ത് ആ ഒരു ഇതിലേക്ക് പോകുന്ന ആൾക്കാരെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. കുറേ കുട്ടികൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. കാര്യം അങ്ങനത്തെ ഒത്തിരി കുട്ടികളുണ്ട്. ഇപ്പം ചിലപ്പോൾ സെക്കൻഡ് പൊസിഷനായി പോവും. ഇപ്പം ആ ഒരു ഭയങ്കരമായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം അവർക്ക് അയ്യോ എനിക്ക് ഫസ്റ്റ് എത്താൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. വിഷമിക്കേണ്ട, നിങ്ങൾക്കുള്ള ഇനി ഫ്യൂച്ചറിൽ ഒത്തിരി അവസരങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതിലൊക്കെ ഫസ്റ്റ് വരാം, സെക്കൻഡ് വരാം. ഈ ഫസ്റ്റിലും സെക്കൻഡിലും ഒന്നും കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അത് നിങ്ങൾ പിന്നീട് തിരിച്ചറിയും, പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. ഫസ്റ്റിലും സെക്കൻഡിലും ഒന്നും നമ്മുടെ ലൈഫിൽ വലിയ സ്ഥാനവും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ വന്നു കഴിഞ്ഞാൽ നല്ലത്, അത്രയും നല്ലത്, ഒരു ഹാപ്പി, അത്രേ ഉള്ളൂ. അതായത് അടുത്തൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട് നമ്മളത് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും, അത്ര മാത്രമാണ്. അല്ലാതെ അതല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. ഫസ്റ്റ് കിട്ടിയില്ല എന്നിപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ എക്സാമിനൊക്കെ മാർക്ക് വരുമ്പം എനിക്ക് ഫസ്റ്റ് കിട്ടില്ല അല്ലെങ്കിൽ ഫെയിലായി പോയി എന്ന് കരുതിയിട്ട് അവിടെ കൊണ്ട് നമ്മുടെ ലൈഫ് ഒരിക്കലും സ്റ്റോപ്പ് ആവുമല്ല. മനസ്സിലായോ? അപ്പോൾ ചില ആൾക്കാർ അങ്ങനെ ചിന്തിച്ചിട്ട് ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനൊന്നും നിങ്ങൾ അങ്ങനെയുള്ളൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊന്നും പോകേണ്ട കാര്യമേ ഇല്ല. സ്കൂൾ റിലേറ്റഡിൽ നമ്മുടെ എഡ്യൂക്കേഷൻ, അതായത് പഠിത്ത റിലേറ്റഡ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പിന്നീടാണെങ്കിൽ ഒരു വട്ടം ഫെയിലായി എന്ന് പറഞ്ഞിട്ട് അവർക്ക് പിന്നീട് ചാൻസ് ഇല്ല എന്നല്ല ലൈഫിൽ. അവർക്കും പിന്നീട് ചാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒത്തിരി ചാൻസും കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അതൊന്നും ഓർത്ത് നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്ത് ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊന്നും പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഞാൻ മറന്നു പോകും. കാര്യം ഓർത്തോർത്ത് ഓരോന്നിരിക്കും, ഓരോ പോയിന്റ് ഓർത്തിരുന്നിട്ട് ചില കാര്യം ഞാൻ വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയ രീതിക്ക് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ നെഗറ്റീവ്സ്, അതായത് ഇപ്പം നമുക്ക് എല്ലാവർക്കും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടാവും അല്ലേ. അപ്പം നമ്മുടെ നെഗറ്റീവ്സ് വന്നിട്ട് നമ്മൾ ആരോടും
പറയാണ്ടിരിക്കുക പോയിട്ട്. അതായത് എൻ്റെ നെഗറ്റീവ് ഇതാണ്, എനിക്ക് ഇന്നത് അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന നെഗറ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യത്തിൽ ഭയങ്കര വീക്കാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ വീക്ക് പോയിന്റ് വന്നിട്ട് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക മാക്സിമം വന്നിട്ട്. ഇപ്പം അല്ലാതെയൊക്കെ നമ്മൾ പറയാണ്ട് തന്നെ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ പ്രശ്നമാണെന്ന് അങ്ങനെയല്ല. മാക്സിമം വന്നിട്ട് നമ്മുടെ വീക്ക്നെസ് വന്നിട്ട് നമ്മുടെ വീക്ക് പോയിന്റ് വന്നിട്ട് നമ്മൾ മറ്റുള്ളവരോട് പോയിട്ട് നമ്മളായിട്ട് പറഞ്ഞ് എന്താ അവരെ അറിയിക്കാതിരിക്കുക. അതൊന്ന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് വെറുതെ ചിലപ്പം പിന്നീടൊരു സമയത്ത് നമ്മൾ നമ്മുടെ ആ വീക്ക് പോയിന്റ് മറ്റുള്ളവരെ അറിയിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നത്. അപ്പം അത് വേണ്ട, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വീക്ക്നെസ് പോയിന്റ് വന്നിട്ട് നമ്മൾ ആരോട് ഷെയർ ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മുടെ ആ വീക്കായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവ് ആക്കാൻ നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ പറയേണ്ട സൈഡിൽ വന്നിട്ട് നിങ്ങൾ പറഞ്ഞു തന്നെ ഇരിക്കുക. അതായത് ഒരിക്കലും പറയാതിരിക്കരുത്. ചില ആൾക്കാർ അതായത് ഈ ഒരു ടൈമിൽ വന്നിട്ട് നമുക്ക് ചില കാര്യങ്ങളിൽ അവിടെ എന്താ ചെയ്യണ്ടേ എന്ന് അറിയാൻ പറ്റാതെ നമ്മൾ സ്റ്റക്കായി നിന്ന് പോകുന്ന ടൈമും കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വന്നേക്കാം. ഫേസ് ചെയ്തിട്ടുള്ളവരുണ്ടാവാം, ഫേസ് ചെയ്തിട്ടിരിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടാവാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നോ പറയേണ്ട ഒരു സ്ഥലമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നോ പറയുക. അതെന്ത് കാര്യമായിക്കോട്ടെ, എന്ത് തന്നെ കാര്യമായിക്കോട്ടെ, അവിടെ നോ പറയുക. അല്ലാതെ അവിടെ ഇങ്ങനെ മടിച്ച് ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കരുതും, അല്ലെങ്കിൽ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് തിങ്ക് ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് അവിടെ നോ പറയണം, അല്ലെങ്കിൽ നോ പറയണമെന്ന് തോന്നുന്ന സ്ഥലത്ത് എന്താ നോ പറയുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അതിനെ ഒത്തിരി അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല, കാര്യം നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകും. ഇത് തന്നെ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ അത്യാവശ്യം ഒരു ലെങ്തി വീഡിയോ ആയി പോകും മിക്കവാറും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറേശ്ശെയായിട്ട് ഞാനത് വിട്ട് പറയുന്നത്. ഏകദേശമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താ ഞാൻ ഈ നോ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന്. അത് പിന്നെ വന്നിട്ടുള്ളതാണ് ട്രസ്റ്റ്. അതായത് നമ്മൾ നമ്മുടെ ലൈഫിൽ ഓവറായിട്ട് നമ്മൾ ആരെയും എന്ത് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യാതിരിക്കുക, ഒത്തിരി അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ ഒത്തിരി വിശ്വസിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. ഇപ്പം നമ്മുടെ ലൈഫിൽ ഒന്നോ രണ്ടോ പേരൊക്കെ നമുക്ക് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സായിട്ടൊക്കെ ഉണ്ടാവും. വളരെ നല്ല കാര്യം, അങ്ങനെ വേണം. നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സും ക്ലോസ് ഫ്രണ്ട്സും ഒക്കെ വേണം. പക്ഷേ ആ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും അവർ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ഒരു വിഷമത്തിനൊപ്പം നിൽക്കും എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ അവരോട് അതായത് വിശ്വസിച്ചൊരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും കാര്യമൊക്കെ ചിലപ്പോൾ മിക്കവർക്കും ഫാമിലിയിലൊക്കെ ഒത്തിരി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന കുട്ടികളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ മറ്റു രീതിക്ക് ഏതെങ്കിലും വേറെ സൈഡിൽ നിന്ന് നമുക്ക് ഒത്തിരി വിഷമവും കാര്യങ്ങളും ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ടൈമിൽ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അപ്പം ആ ടൈമിൽ വന്നിട്ട് നമ്മൾ സ്റ്റക്കായി നിന്ന് പോവുകയും ചെയ്യരുത്. പക്ഷേ എന്തെങ്കിലും ആരോടെങ്കിലും ഷെയർ ചെയ്യുകയും വേണം. ഷെയർ ചെയ്യാതെ ഒരിക്കലും ഇരിക്കരുത്, ഷെയർ ചെയ്യണം. മെയിനായിട്ട് നമ്മുടെ പാരൻസിനോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയത്തുള്ളൂ. നമ്മുടെ അച്ഛനമ്മ ഇവരിൽ ആരോടെങ്കിലും ഷെയർ ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റേഴ്സോ ബ്രദേഴ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യുക. ഇല്ല പിന്നെ നമുക്ക് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാം. എപ്പോഴാണ് നമുക്ക് അത്രയും നമുക്ക് വിശ്വസിക്കാം എന്ന് ഉറപ്പുള്ള ഫ്രണ്ട്സിനോട് മാത്രം ഷെയർ ചെയ്യുക. അത് എല്ലാവരോടും പാടില്ല, ഒന്നോ രണ്ടോ പേരോട് മാത്രമേ ഷെയർ ചെയ്യാവുള്ളൂ. അത്രയും വിശ്വസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആളോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പം അതായത് നമ്മളെല്ലാവരെയും കണ്ണടച്ച് അങ്ങ് വിശ്വസിക്കാൻ പാടില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ണടച്ച് വിശ്വസിച്ചിട്ട് ആരോടും ഒന്നും നിങ്ങൾ പറയാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല. അത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ലാസ്റ്റ് നമുക്ക് തന്നെ പണിയാവും, നമുക്ക് തന്നെ പണി കിട്ടും. അപ്പം അങ്ങനൊരു പണി വാങ്ങി വെക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ആരെയും ഓവറായിട്ട് ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ ആൾക്കാർക്ക് ആ ഒരു ടൈമിൽ കോൺഫിഡൻസ് ഓക്കെ അത് നല്ലതാണ്, പക്ഷെ ഓവർ കോൺഫിഡൻ്റ് ആകാൻ പാടില്ല ഒരിക്കലും. ഈ ഓവർ കോൺഫിഡൻ്റ് ആയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അത് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ലൈഫിൽ വന്നിട്ട്. നമ്മുടെ സ്കൂൾ ലൈഫിലാണെങ്കിലും ശരി, നമ്മുടെ ഫ്യൂച്ചർ ലൈഫിലാണെങ്കിലും ശരി, നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കും. അപ്പം കോൺഫിഡൻസ് വേണം. നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കും, നമ്മുടെ അഭിപ്രായത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് കോൺഫിഡൻസ് ആവശ്യമാണ്. പക്ഷേ ഒരിക്കലും ഒരു ഓവർ കോൺഫിഡൻസ് ആകരുത്. ഒരു എക്സാമ്പിൾ തന്നെ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ എനിക്ക് ആ എക്സാമിന് പഠിക്കേണ്ട എന്ന് പറഞ്ഞ് ഒരുപക്ഷെ നമ്മൾ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം
വരുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാര്യം നമുക്ക് നല്ല കഴിവുണ്ടാവാം, നമുക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ടാവാം, എല്ലാവർക്കും കഴിവുള്ളവരാണ്. അപ്പം നമ്മൾ പക്ഷേ ഈ പറഞ്ഞ പോലെ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നത് മൂലം നമ്മളത് പഠിക്കാതെ വിട്ടുപോയതുകൊണ്ട് എനിക്കത് അറിയാം, അല്ലെങ്കിൽ ഞാനത് ക്ലാസ്സിലിരുന്നപ്പോൾ ആ ചാപ്റ്റർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് എനിക്കറിയാം എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ നോക്കാതെ വിട്ടിട്ടുണ്ടാകും. ഫുൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരുന്നത് എവിടെ നിന്നായിരിക്കും? ഈ പറഞ്ഞ ചാപ്റ്ററിൽ നിന്നായിരിക്കും. നമ്മൾ നോക്കാതെ ഞാൻ വിട്ട ചാപ്റ്ററിന്. അപ്പം നമ്മുടെ ഓവർ കോൺഫിഡൻ്റ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് എത്താം അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കാം, പക്ഷെ നമ്മുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് ചിലപ്പോൾ നമുക്കത് നഷ്ടമാകാം. അപ്പം അതുപോലുള്ള ഒത്തിരി ചാൻസസ്, ഒത്തിരി നമ്മുടെ ലൈഫിൽ ഒത്തിരി നല്ല ചാൻസസ് വന്നിട്ട് നമുക്ക് മിസ്സാകും ഈ ഓവർ കോൺഫിഡൻസ് കൊണ്ട്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കോൺഫിഡൻ്റ് ആവാം, പക്ഷെ ഒരിക്കലും ഓവർ കോൺഫിഡൻസ് പാടില്ല. അത് പിന്നെ വന്നിട്ട് എന്താ, നമ്മൾ ഓപ്പണായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യം. നമ്മൾ ഇപ്പം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതിൻ്റെ വേറൊരു രീതിയാണ്. അതായത് നമ്മൾ ഷെയർ ചെയ്യണം. നമ്മൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഇഷ്യൂസിൽ എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് നമ്മൾ ഒത്തിരി വിഷമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ട്രഗിളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണെങ്കിൽ നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുക. ആരോടെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുക. നമ്മുടെ സ്റ്റാഫ്സ്, നമ്മുടെ സ്കൂളിൽ നമ്മുടെ ടീച്ചർമാരുണ്ട്, മിസ്സുമാരുണ്ട്. അപ്പം മിസ്സുമാരോട് നമുക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസും കാര്യമൊക്കെയാണ്, നമുക്ക് വീട്ടിൽ ഒരു രീതിയിലും അങ്ങനെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. ഒരു രീതിക്ക് നമുക്ക് വീട്ടിലെ ഇഷ്യൂസ് കൊണ്ട് പഠിക്കാനോ മറ്റു കാര്യങ്ങളിലോ ഒരു രീതിക്കും പറ്റുന്നില്ല, ഒത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും രീതിക്ക് വീട്ടിലെ എന്താ ഒരു സിറ്റുവേഷൻ, ആ ഒരു അറ്റ്മോസ്ഫിയർ, അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്കൂളിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഫ്രണ്ട്സിനോടൊക്കെ മാക്സിമം പറയാണ്ടിരിക്കുക. ഫ്രണ്ട്സിനോട് പറയുന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ മിസ്സുമാരോട് പറയുക. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് നമ്മളുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്ന, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള മിസ്സുമാരോട് പോയിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. അല്ലാതെ ഷെയർ ചെയ്യാതിരുന്നിട്ട് നിങ്ങളത് ഉള്ളിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ പോയി നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നല്ല രീതിക്ക് കോളേജ് ലൈഫ് സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ആ ഒരു രീതിക്കൊക്കെ അങ്ങനെ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഓപ്പണായിട്ട് അത് ആരോടെങ്കിലും ഷെയർ ചെയ്യുക കേട്ടോ. അത് ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ നടക്കരുത്. അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ആ ഒരു നല്ലൊരു പോസിറ്റീവ് മൈൻഡിനെ നമുക്കത് ഫുൾ നെഗറ്റീവ് മൈൻഡിലോട്ട് നമ്മൾ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നിങ്ങളത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത്. സ്കൂളിലെ പ്രശ്നവും കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ പാരൻസിനോട് പറയുക. നമ്മുടെ അച്ഛനും അമ്മയോടും നമ്മളത് ഷെയർ ചെയ്യുക. ചിലപ്പം ചില കാര്യങ്ങൾ വന്നിട്ട് അവർ വഴക്കിടുമോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുന്നുണ്ടാവാം നിങ്ങൾ. പക്ഷേ അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. എത്ര വന്നാലും ആരാണ് ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ വന്നിട്ട് നമ്മളൊന്ന് തിങ്ക് ചെയ്യുക. എത്ര വന്നാലും അത് നമ്മുടെ അച്ഛനും അമ്മയാണ്. ഒരു പരിധിക്കപ്പുറം എന്ത് പറ്റില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കും. പാരൻസിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർ വഴക്ക് പറയും. പക്ഷെ എങ്കിൽ പോലും ആ വഴക്കിന് അവസാനം ലാസ്റ്റ് നിങ്ങൾ തിങ്ക് ചെയ്യണം, എൻ്റെ അച്ഛനും അമ്മയാണ് അല്ലേ, അത് നമ്മളൊന്ന് തിങ്ക് ചെയ്യണം. അപ്പോൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുക, ഓപ്പൺലി നമ്മൾ ഷെയർ ചെയ്യുക. ഓക്കെ. പിന്നെ വന്നിട്ട് ഈ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്കൂൾ ടൈമിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം അതൊന്നും അതിനെ ഞാൻ സപ്പോർട്ടും ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യാണ്ടും ഇരിക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷേ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, മെയിനായിട്ട് പെൺകുട്ടികളോടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പെൺകുട്ടികളാണെങ്കിലും ആണെങ്കിലും രണ്ട് കൂട്ടർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളെന്താ നല്ലൊരാളെ ആണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ നോക്കുക, അതറിയാൻ ശ്രമിക്കുക. മാക്സിമം നല്ലൊരാളാണോ അല്ലയോ എങ്ങനെയാണ് എന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുക. കാര്യം ലൈഫാണ്, നിങ്ങൾക്ക് ഇനി നിങ്ങളിപ്പോൾ കാണുന്നൊന്നുമല്ല ലൈഫ്, മുന്നോട്ട് ഒത്തിരി ലൈഫും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതെല്ലാം തിങ്ക് ചെയ്ത് അതെല്ലാം നമ്മൾ ആലോചിക്കുക, ഒത്തിരിയായിട്ട് ആലോചിച്ച് നിങ്ങളുടെ ഡിസിഷനാണ്. ഞാനിതിൽ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. കാര്യം പക്ഷെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ചെന്ന് ഒരു അബദ്ധത്തിൽ ചാടിയിട്ട് പിന്നെ നമ്മൾ വിഷമിച്ചിട്ടോ എടുത്തിട്ടോ കാര്യമില്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കേസിൽ തന്നെ എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലൈഫ് ഒരു സ്ഥലത്ത് വെച്ചിട്ട്, ഒരു പോയിന്റിൽ വെച്ചിട്ട് നിന്ന് പോയിട്ടുള്ള ഇതിൽ വരെ, പിന്നെ അവിടെ നിന്ന് കയറി വന്നില്ല എന്നല്ല, കയറി വന്നു. പക്ഷെ ആ കയറി വന്നപ്പോഴും നമ്മുടെ പാരൻസ് നമുക്കൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണെങ്കിലും കയറി വന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വന്നിട്ടെല്ലാം നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഭയങ്കര സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചതിന് ശേഷം മാത്രം ഓക്കെ. അപ്പോൾ പിന്നെ ഉള്ളത് സ്റ്റേജ് ഫിയർ. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ സ്കൂൾ ലൈഫിലൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ഈ സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ.
അതായത് സ്റ്റേജിൽ കയറാൻ പേടി. പക്ഷെ എനിക്ക് പാടണമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഡാൻസ് കളിക്കണമെന്നുണ്ട്. എനിക്ക് പാടാൻ ഇഷ്ടമാണ്, എനിക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാം. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് സ്പോർട്സിൽ പങ്കെടുക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് സ്റ്റേജിൽ കയറാൻ പേടിയാണ്. അപ്പം അങ്ങനെ ഒരു ടൈപ്പിലുള്ള കുറേ ആൾക്കാരുണ്ട്. മെയിനായിട്ട് ഇവരൊക്കെ അനുഭവിക്കുന്ന സ്കൂൾ ലൈഫിലായിരിക്കും. പ്രത്യേകിച്ച് യൂത്ത് ഫെസ്റ്റിവല്, സ്പോർട്സ് ഡേ, ആർട്സ് ഡേ, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പം ഭയങ്കര ഓരോരോ പിള്ളേർ ഓരോന്നിൽ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും ചെയ്യാൻ തോന്നും, നമുക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നും. പക്ഷെ എന്താ, പേടിയാണ്, സ്റ്റേജിൽ കയറാൻ പേടിയാണ്. സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ കൈയും കാലും വിറക്കും. അപ്പം അങ്ങനെ എനിക്ക് സ്റ്റേജിൽ കയറാൻ പേടിയില്ലാത്ത ഒരാളാണ്. അപ്പം അത് എനിക്കെങ്ങനെ മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ എൻ്റെ ആ ഒരു സ്റ്റേജ് ഫിയർ, എനിക്ക് ആ സ്റ്റേജിൽ കയറാനുള്ള പേടി മാറിയത്, എനിക്കും പേടിയുണ്ടായിരുന്നു കുഞ്ഞിലെ വെച്ച് കുഞ്ഞിലെ ഭയങ്കര പേടിയായിരുന്നു. അതൊരു സ്റ്റോറിയാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോകും വീഡിയോ വന്നിട്ട്, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആവും. അപ്പം അതെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റേജ് ഫിയർ മാറ്റിയത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ തന്നെയാണ്. കാര്യം ഒരു കുടുംബശ്രീ എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ വാർഷികത്തിന് ഞാൻ പാടും. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ പാടും. അപ്പം ആ ഇതിൽ എനിക്ക് പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബഹളം വെച്ചോണ്ടിരുന്ന്, എന്താ കുഞ്ഞിലേന്ന് ചെറുതിലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനൊരു 1-ാം ക്ലാസ് അത്രയൊക്കെ കാണുള്ളായിരിക്കും. 1-ാം ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുന്ന ആ ഒരു ടൈമിലാണ്. അപ്പോൾ ഈ വാർഷികത്തിന് വന്നിട്ട് എനിക്ക് പാടണമെന്ന് പറഞ്ഞ് ഞാൻ ബഹളം വെക്കും. പക്ഷേ സ്റ്റേജിൽ മൈക്ക് വരുമ്പം ഞാൻ മിണ്ടത്തില്ല, എനിക്ക് പേടിയാണ്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം അമ്മേനെ ഇട്ട് കളിപ്പിച്ച് ലാസ്റ്റ് അമ്മ വടി എടുത്തുകൊണ്ട് വന്ന് പ്രശ്നമാക്കി. ഇനി ലാസ്റ്റാണ്, പാടിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാകും, വഴക്കാകും. അപ്പം പേടിച്ചിട്ട്, പക്ഷേ ആ ഫസ്റ്റ് ആ മൈക്ക് കിട്ടി, ആ ഫസ്റ്റ് പാടാൻ മാത്രമേ എനിക്ക് പേടിയുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, അതാണ് സത്യം. അപ്പം നമ്മൾ ഒരു വട്ടം നമ്മൾ പേടിച്ചിരിക്കാതെ നമ്മൾ എന്തും വരട്ടെ എന്നും പറഞ്ഞ് നമ്മൾ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പേടി നമുക്ക് അവിടെ കൊണ്ട് പോകും. അത് എന്തൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ മുന്നോട്ട്, ഇപ്പം ഞാനാണെങ്കിൽ പോലും ഇപ്പം ഒരു ചാനൽ, ഇപ്പം നിങ്ങളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ തുടങ്ങണോ എന്ന് ആലോചിച്ചിങ്ങനെ എനിക്കിഷ്ടമായിരുന്നു. അപ്പം വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ഞാനിങ്ങനെ കുറേ പ്രാവശ്യം ഞാൻ തിങ്ക് ചെയ്ത് വേണ്ടാന്ന് പറഞ്ഞ് കുറേ വർഷങ്ങൾക്ക് മുന്നെയൊക്കെ ഞാൻ പുറകിലോട്ട്, ഇതിന് മുന്നേ ചാനലൊക്കെ തുടങ്ങിയിട്ടിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പുറകിലോട്ട് പോയി. പക്ഷെ എന്നിട്ടും ഞാനത് ഫൈനലി ഞാൻ ഓക്കെ, എന്തും വരട്ടെ, എന്ത് വന്നാലും എന്തും ആയിക്കോട്ടെ, നെഗറ്റീവോ പോസിറ്റീവോ എന്തും ആയിക്കോട്ടെ, ക്ലിക്ക് ആവാണ്ടിരിക്കുമോ എന്തും ആയിക്കോട്ടെ, എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ടിറങ്ങി. അങ്ങനെ മുന്നോട്ടിറങ്ങിയപ്പം നമുക്ക് ആ ഒരു ഇത് പോയി. എന്തായിരുന്നു നമ്മൾ അവിടെ സ്റ്റക്കാക്കി നിർത്തിക്കൊണ്ടിരുന്ന അത് പോയി കിട്ടിയപ്പോൾ പിന്നെ ഓക്കെ, ഇനിയിപ്പോൾ എന്ത് വന്നാലും പ്രശ്നമില്ല, ആ ഒരു രീതിയായി, ആ ഒരു മൈൻഡായി. അപ്പം അങ്ങനെ, അപ്പം നിങ്ങളുടെ സ്റ്റേജ് ഫിയർ നിങ്ങൾക്ക് തന്നെ മാറ്റാൻ പറ്റുള്ളൂ. നമുക്ക് മറ്റുള്ളവർക്ക് ആർക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങളുടെ മിസ്സുമാരായാലും ഫ്രണ്ട്സായാലും ആർക്കായാലും പാരൻസിനായാലും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു ഇത് മാറ്റിയെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്, നമുക്ക് മാത്രമേ അതിന് പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ഉള്ളിൽ ഒത്തിരി കഴിവുകളുണ്ടാകും. ഈ കഴിവുകളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന എവിടെ, നമ്മുടെ സ്കൂൾ ലൈഫ് ആ ഒരു ടൈമിലാണ് നമ്മുടെ കഴിവുകൾ ഓരോന്നും നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്ക് തിരിച്ചറിയാൻ വരുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ലൈഫ് ടൈമിലുള്ള ആ സ്കൂൾ ടൈം കാലഘട്ടത്തിലുള്ള ഇതായിരിക്കും. അപ്പം നമ്മുടെ ബെസ്റ്റ് ടൈമാണത്, നമ്മുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൈം. അപ്പോൾ ആ ടൈം വരെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. പിന്നെ ഒന്നിലെയും നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങ് ചെയ്യുക. പേടിച്ചിങ്ങനെ പുറകോട്ട് വരഞ്ഞ് നിൽക്കരുത്. ഇപ്പോൾ സ്റ്റേജ് ഫിയർ ഉണ്ട്, എനിക്ക് സ്റ്റേജിൽ കയറാൻ പേടിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ പുറകോട്ട് വരഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ എന്നും നമ്മൾ എവിടെ ആയിപ്പോവും, ബാക്കിൽ മാത്രം നിന്ന് പോകും, മുന്നിലേക്ക് വരത്തില്ല. അപ്പം മുന്നിലേക്ക് വരാൻ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ കഴിവ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ സ്ഥലമാണ് നമ്മുടെ സ്കൂൾ ടൈം, ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ആ ടൈമിൽ നമ്മൾ എന്താണോ നമ്മൾ തിരിച്ചറിയുക ആ ഒരു ടൈമിൽ, അത്രയേ ഉള്ളൂ. പിന്നെ ഗേൾസിൻ്റെ ഇതിൽ വന്നിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാനൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ഓർത്തു പറയുന്നു. ഈ നമ്മൾ ഹെയർ കെട്ടിവെക്കുന്ന സംഭവങ്ങൾ. സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ മുടിയുള്ളവരാണെങ്കിൽ മുടി പിന്നി മടക്കി, അറ്റം വരെ പിന്നിട്ട് ഇങ്ങനെ മടക്കി കെട്ടി റിബൺ കെട്ടേണ്ട ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പം നമുക്കത് ഭയങ്കര പാടാണ്. രാവിലെ ട്യൂഷന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ, അതായത് 7 മണിക്കൊക്കെ ചിലപ്പോൾ ട്യൂഷൻ ക്ലാസ് ചെല്ലണം, അത് കഴിഞ്ഞിട്ട് 9 മണിക്ക് സ്കൂളിൽ കയറണം. അപ്പം രാവിലെ ആയിരിക്കും ഒരു 6:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുൾ ചോറും സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റ് പോലെ നമ്മൾ എടുത്തിട്ടായിരിക്കും പോകുന്നത്. എന്നിട്ട് ഈ ട്യൂഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്, അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ഫുൾ ഹെയർ ഇങ്ങനെ പിന്നി മടക്കി രാവിലെ കുളിച്ച് കെട്ടി വെച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ ഹെയറിൽ ഫുൾ ഇതായി പോകും. അതായത് ഒരു
ഒരു ബാഡ് സ്മെല്ല് വരും ഹെയറിന് വന്നിട്ട്. പിന്നെന്താ ഈര്, പെയിൻ അതുപോലുള്ള സാധനങ്ങൾ കൂടും നമ്മുടെ തലയിൽ വന്നിട്ട്. പിന്നെന്താ മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ, അതെന്താ പറയുന്നേ, എനിക്ക് നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ ഇവിടെ പറയുന്നതിന് മട്ടോ അങ്ങനെ എന്തോ ആണ്. ഒരു മുടിയിൽ കാ ഇങ്ങനെ പിടിക്കുന്ന ഒരു സംഭവം, അതായത് ഇങ്ങനെ ഒരു കറുപ്പ് കളറിലെ കാ പോലെ. അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, നമ്മുടെ ഹെയർ എവിടം വെച്ചാണോ അതുള്ള അവിടം വെച്ചാൽ കട്ട് ചെയ്ത് കളയുന്നതായിരിക്കുന്നില്ല. കാര്യം പിന്നെ വളരത്തില്ല, കാ പിടിച്ചു കഴിഞ്ഞാൽ വളരത്തില്ല. എനിക്കുണ്ടായിരുന്നു, ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ. അത് നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, വൈകുന്നേരം വന്നിട്ട് ഹെയർ വാഷ് ചെയ്യുക, എന്നിട്ട് കിടന്നുറങ്ങുക. രാവിലെ വന്നിട്ട് നമ്മുടെ ബോഡി മാത്രം, ദേഹം മാത്രം വാഷ് ചെയ്തിട്ട് ഹെയർ അപ്പം ഉണങ്ങിയിരിക്കും, മുടി കെട്ടിയിട്ട് പോവുക. വൈകുന്നേരം വന്നിട്ട് വീണ്ടും ഹെയറും നമ്മൾ മേലെഴുന്നതിൻ്റെ കൂടെ ഹെയറും വാഷ് ചെയ്ത് അങ്ങ് പോവുക. എന്നിട്ട് കിടന്നുറങ്ങുക. രാവിലെ വന്നിട്ട് നമ്മുടെ ബോഡി മാത്രം വാഷ് ചെയ്യുക, മേല് മാത്രം കഴുകുക, തല നനയ്ക്കാതിരിക്കുക. വൈകുന്നേരങ്ങളിൽ വേണ്ടി തല നനയ്ക്കുക. അത്രേ ചെയ്യാനുള്ളൂ. പിന്നെ ഇനിയിപ്പം അങ്ങനെയല്ല, എന്താ എനിക്ക് രാവിലെ തല നനച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ഹീറ്റർ വാങ്ങി വെക്കുക. ഹീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രയർ വന്നിട്ട് വാങ്ങി വെക്കുക. അത് വെച്ചിട്ട് നമുക്ക് മുടി മാക്സിമം ചെറിയ രീതിക്ക് നിങ്ങൾ ഉണക്കിയിട്ട് കെട്ടിക്കൊണ്ട് പോകുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഡാമേജ് ആയി പോവും. നിങ്ങൾ കരുതുന്ന പോലൊന്നും അല്ല, നല്ല രീതിക്ക് ഡാമേജ് ആയി പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഓരോ ഇയറും കടന്നു പോകുമ്പോൾ, ഓരോ ഇയറും പാസ് ചെയ്ത് പോകുന്ന ടൈമിൽ ആ ഇയറിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പം ചിലർക്ക് ഇപ്പം ഇന്ന് സംഭവിച്ച കാര്യം അത് ഭയങ്കര ബാഡായിട്ടുള്ള നമ്മുടെ ലൈഫിൽ ഒരു ഭയങ്കര ബാഡായിട്ടുള്ളൊരു ടൈം അല്ലെങ്കിൽ ഒരു കാര്യമാണ് നടന്നിട്ടുള്ളതെങ്കിൽ അതിങ്ങനെ ഉള്ളിലിട്ട് ചിന്തിച്ച് അത് ഭയങ്കര ഓവറായിട്ട് തിങ്ക് ചെയ്ത് നമ്മുടെ ലൈഫിൽ തന്നെ സ്പോയിൽ ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഉള്ളിലിട്ട് ചിന്തിച്ച് കയറ്റണ്ട, അതവിടെ വിടുക. എന്ത് കാര്യമാണെങ്കിലും അത് അവിടെ വിട്ടേക്കുക. ലൈഫിൽ നല്ലത് മാത്രം എടുക്കുക, ഹാപ്പിനെസ് മാത്രം എടുക്കുക. അല്ലാതെ നിങ്ങൾക്ക് എന്ത് വിഷമങ്ങൾ വന്നിട്ടുണ്ടോ, എന്തൊക്കെ സ്റ്റേജ് നിങ്ങൾ ഏതെല്ലാം സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ, ഏതെല്ലാം സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, വിട്ടേക്കുക. അത് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. അതിനെ ഇങ്ങനെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊന്നും പോകരുത്. അങ്ങനെ പോകുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്റ്റേജിലോട്ടൊന്നും പോകരുത്. എനിക്ക് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല, ഷെയർ ചെയ്യുക ആരുടെ അടുത്തെങ്കിലും. നമുക്ക് ഭയങ്കര ട്രസ്റ്റ് ആയിട്ടുള്ള ആരുടെ അടുത്തെങ്കിലും, നമ്മുടെ വീട്ടുകാരുടെ അടുത്തോ മിസ്സന്മാരുടെ അടുത്തോ അങ്ങനെ ആരുടെയെങ്കിലും അടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യുക. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളടുത്ത് ഷെയർ ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഓക്കെ. അപ്പോൾ അതിനെ ആ രീതിക്ക് എടുത്തത് പാസ്റ്റായിട്ട് തന്നെ എടുത്തത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഒരിക്കലും അത് പിന്നീട് നമ്മൾ വീണ്ടും നമ്മുടെ ലൈഫിലോട്ട് നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഒത്തിരി വിഷയങ്ങളും കാര്യങ്ങളും പിന്നീട് നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് വരാതിരിക്കും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, നമ്മളിന്ന് ചിരിച്ച് എല്ലാത്തിനും ഒരു ചിരിയോടുകൂടി എടുത്ത് വിടുക. ഒന്ന് ചിരിച്ച് വിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമുക്ക് എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ഓക്കെ, ഒരു ചിരിച്ചുകൊണ്ട് എല്ലാത്തിനെയും നേരിടുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെയും കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.